ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതു മുതൽ അപകടങ്ങളുടെ പരമ്പരയാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഗ്യാപ്പ് റോഡ് മുതൽ കക്കാകട വരെയുള്ള 7 കിലോമീറ്ററിലാണ് പ്രശ്നങ്ങൾ പതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീടിനുള്ളിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി കർണാടക സ്വദേശി മരിച്ചതുൾപ്പെടെ 5 ജീവനുകളാണ് 3 മാസത്തിനിടെ പൊലിഞ്ഞത്. ഉയരത്തിലുള്ള മലമുകളിലേക്ക് റോഡ് നിർമ്മിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്തിയിട്ടില്ലെന്നും ലഭിച്ച DPRന് അനുസൃതമായി നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നുവെന്നുമാണ് വ്യാപക ആക്ഷേപം. ഇപ്പോൾ ഈ സൈസേറിൻ്റെ വീട്ടിലേക്ക് ഇത് 4ാമത്തെ വണ്ടിയാണ് അപകടം ഉണ്ടാകുന്നത്. ആദ്യം ഇതിലെ ഒരു വണ്ടി പോയി, രണ്ടാമത് ആ പോസ്റ്റ് വളഞ്ഞിരിക്കുന്നത്, പിന്നെ ഇതിലെ ഒരു വണ്ടി പോയി, ഇതാണ്ട പെരയെല്ലാം ഇടിഞ്ഞു പോയേക്കുന്നത്, ഇതിലെ വാട്ടർ ടാങ്ക് എല്ലാവരുടെ പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിപ്പം ഇത് 4ാമത്തെയാണ്. പുറത്തുനിന്ന് വരുന്നവർക്ക് പരിചയക്കുറവ്, ഒന്നാമത് കുത്തിറക്കമാണ്, അതിൻ്റെയൊക്കെയാണ് മെയിനായ കാരണങ്ങൾ. സൈൻ ബോർഡുകൾ കുറവ്. ചെങ്കുത്തായ പ്രദേശത്ത് അപകട സാധ്യത കുറയ്ക്കാൻ ചുരം മാതൃകയിൽ പാത ഒരുക്കേണ്ടതുണ്ട്. ഇതിനു പകരം പല ഭാഗത്തും കുത്തനെയുള്ള കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ് ഈ സ്ഥലം. കൊടും വളവുകളും അപകടങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. അന്യ ജില്ലകളിൽ നിന്ന് എത്തുന്നവരും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെടുന്നതിൽ അധികവും. റോഡ് നേരത്തെ മോശമായിട്ട് കിടന്ന സമയത്ത് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാറേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ റോഡ്, പുതിയ റോഡ് വന്നപ്പോൾ നല്ല റോഡായതുകൊണ്ട് ഭയങ്കര സ്പീഡിലാണ് വാഹനങ്ങൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ പരമാവധി വലിയ ഗിയറിൽ ഇറങ്ങി വരുവാണെങ്കിൽ അപകടങ്ങൾ കുറവായിരിക്കാം. ഇങ്ങനെ ഈ ചെറിയ ഗിയറിലാണ് വരുന്ന ആളുകൾ ഇവിടെ ഉള്ള ആളുകളല്ലല്ലോ. അപ്പോൾ അവർക്ക് ഈ റോഡിനെ കുറിച്ച് പരിചയമില്ല. അപ്പോൾ അതിന് ഒരാൾ മേളിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അപകടം ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ട്രാവലർ ഇടിച്ചു കയറിയ പറയൻകുഴി ശശിയുടെ വീട്ടിലേക്ക് ഇതിനു മുൻപ് 4 വാഹനങ്ങൾ ഇടിച്ചു കയറിയിട്ടുണ്ട്. അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് ഈ വീട്ടുകാർ. കൃത്യമായ പഠനം നടത്താതെ റോഡ് നിർമ്മിച്ചതിലൂടെ അധികൃതർ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.